പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയൊരു നല്ല ദിവസം കൂടി നല്ല ദൈവം നമുക്ക് നൽകി. ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ നന്മകളെയും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം നന്ദിയോടെ ജീവിക്കാം. കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അവിടുന്ന് നമുക്ക് ഈ ഓരോ പ്രഭാതവും തുറന്നു തരുന്നു, ഓരോ ദിവസവും തുറന്നു തരുന്നു. നിങ്ങളും ഞാനും ജീവിക്കുന്നു. ഇവിടെ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. 3-ാം തീയതി ബലി അർപ്പിച്ചില്ലെങ്കിൽ ഉറപ്പ് പൗരോഹിത്യം നഷ്ടപ്പെടുന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായി 5:25 അതിലിങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്: വഴിയിൽ വെച്ച് തന്നെ നീ നിൻ്റെ പ്രതിയോഗിയോട് രമ്യപ്പെടുക. അല്ലെ, പ്രതിയോഗി നിന്നെ ന്യായാധിപനും, ന്യായാധിപൻ സേവകനും, സേവകൻ കാരാഗ്രഹത്തിൽ നിന്നെ അടയ്ക്കും. ഇത് മുന്നറിയിപ്പായിട്ട് ദൈവം നൽകിയിരിക്കുന്നൊരു വചനമാണ്. ഉറപ്പായിട്ടും ഇത് സംഭവിക്കും. മാറ്റത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത മാർപ്പാപ്പയുടെ തീരുമാനവും സിനഡിൻ്റെ ആഹ്വാനവും. വെറുതെ കുപ്പായം കയറി കളയില്ലേ. നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഈ കുപ്പായം ഞങ്ങൾക്കത് ഒത്തിരി സങ്കടമാണ്. നിങ്ങൾ അനുസരണക്കേടായിട്ട് പുറത്തു പോകുന്നെങ്കിൽ ഞങ്ങൾക്കത് ഒത്തിരി സങ്കടമാണ്. കോഴി കൂവുന്നു, പത്രോസിന് വെളിവ് വീഴുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോഴി എൻ്റെ പുറകിൽ കൂവിക്കൊണ്ടിരിക്കുക. ഈ കോഴി കൂവുന്നത് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക: ചങ്ക് പൊട്ടി കരയാനുള്ള സാധ്യതയും സമയവുമായി എളിമപ്പെടാൻ, രമ്യപ്പെടാൻ, കർത്താവിലേക്ക് മടങ്ങി വരുവാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഏത് വഴിയിൽ വെച്ച് തന്നെ രമ്യപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ അവസാന നിമിഷമെങ്കിലും രമ്യപ്പെടുവാൻ സാധിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഇത് സങ്കടത്തിന് കാരണമായി തീരും. നിങ്ങളുടെ വാശി കൊണ്ട് നിങ്ങളുടെ കുപ്പായം കീറുന്നു. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ഇന്നോളം ജീവിച്ച നിങ്ങൾ ഇനി ഞങ്ങൾക്ക് വേണ്ടി ഇല്ല എന്നോർക്കുമ്പോൾ നിങ്ങൾ വഴിവിട്ട് കാരാഗ്രഹത്തിൽ ചെന്നുപെടുന്നൊരവസ്ഥയിലേക്ക് പോകരുത് എന്ന് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. പൗരോഹിത്യം എളിമപ്പെടാനല്ലേ? കർത്താവിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ കൊണ്ടുവരാൻ അവകാശം കിട്ടിയ നിങ്ങൾ ഇന്ന് ആ ബലിപീഠത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ടെന്നേ ഉറപ്പാടും. നിങ്ങളോട് ഞങ്ങൾ എതിർത്ത് സംസാരിക്കുന്ന ഒരിക്കലും നിങ്ങൾ ഞങ്ങളുടെ ശത്രുവും ഞങ്ങൾ നിങ്ങളുടെ ശത്രുവുമായിട്ടല്ല. നരിക്കുളം അച്ഛൻ്റെ വഴിവിട്ട പഠിപ്പീരാണ് ഈ തോന്നിയവാസം മുഴുവൻ കാണിച്ചു വെച്ചത്. അദ്ദേഹത്തിൻ്റെ തോന്നിയവാസം സകലർക്കും പകർന്നു കൊടുത്തു. ചെറുപ്പക്കാരായ പുരോഹിതരൊക്കെ എന്ത് സങ്കടത്തോടെ ആയിരിക്കും. ഇന്നും നാളെ ഒന്നും മനുഷ്യർക്ക് ഉറങ്ങാൻ പറ്റില്ല. പുരോഹിതർക്ക്, കന്യാസ്ത്രീകളോ ഈ കൂട്ടത്തിൽ ചേർന്ന് നിന്നവർക്കെല്ലാം അടി കിട്ടാൻ പോവുക. സംശയമൊന്നും വേണ്ട. സഭ പറയുന്നു വേണ്ടാന്ന് പറയുന്നിടത്തൊക്കെ കൊണ്ടുവന്ന് മഠത്തിൽ കൊണ്ടുവന്ന് ബലി അർപ്പിക്കാനായിട്ടൊക്കെ അവസരമൊരുക്കി കൊടുത്ത മദറിനായാലും കൂടെയുള്ളവർക്കായാലും ആർക്കെങ്കിലും ബോധമില്ലേ? പിതാവ് മാർപ്പാപ്പ പറഞ്ഞേക്കുന്നത് ചെയ്യരുതെന്ന് പറഞ്ഞേക്കുന്നത് ആ വഴിക്ക് നമ്മൾ പോകാൻ പാടില്ലെന്നെങ്കിലും പറയണ്ടേ? എല്ലാവരും ഇപ്പോൾ ഒന്നു ചേർന്ന് 34 രൂപതകളെയും സ്വർഗത്തെയും മുഴുവൻ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്ന വ്യർത്ഥമോഹം. ചിന്തിക്കുക. സ്വന്തം കൂടെ കൊണ്ടു നടന്ന ലൂസിഫർ എന്ന പ്രകാശവാഹകന് ചെന്ന് പെട്ടത് എവിടെയാണ്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. കൂടെ നടന്നവനെ പൈശാചിക ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടേണ്ടി വരുന്ന, ഒഴിവാക്കേണ്ടി വരുമ്പോൾ ആ അരൂപിയെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സങ്കടം എത്ര ഭയങ്കരമാണ്. എന്നിട്ടും അവൻ സങ്കടപ്പെട്ടില്ല. അനുസരണക്കെട്ടവരെ മാറ്റിയതുപോലെ തന്നെ ഈ അനുസരണക്കേടിൻ്റെ ബലി അർപ്പിക്കുന്ന ഓരോ പുരോഹിതനും മാറിപ്പോകാതിരിക്കാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നിന്നോടുള്ള വിശ്വസ്തതയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ തീറെഴുതിയ സകല പുരോഹിതരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് വന്നിരിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും അവിടുന്ന് പൊറുക്കണമേ. എളിമപ്പെടുവാനുള്ള വലിയ കൃപയെ കൊടുക്കണമേ. പരിശുദ്ധാത്മാവെ ഇവരിൽ കത്തിപ്പടരണമേ. ഇവർക്കാവശ്യമായ ദൈവിക വിവേകം നൽകണമേ. ദൈവസ്നേഹം നൽകണമേ. സ്നേഹം സകലതും സഹിക്കും, സ്നേഹം സകലതും പൊറുക്കും. അതേ കർത്താവെ, വഴിവിട്ട ഈ ജീവിതത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചവർക്ക് വെളിവും വെളിപാടുകളും നൽകിക്കൊണ്ട് ഇനിയുള്ള ഈ 1-2 ദിവസം കൊണ്ട് ഒരു വലിയ മാനസാന്തരം വന്ന് കർത്താവിൻ്റെ ബലിപീഠത്തിൽ 3-ാം തീയതി സഭ പറയുന്ന ബലി അർപ്പിച്ച് അനുസരണയുടെ മക്കളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധി അമ്മേ, നല്ല മാതാവേ, എല്ലാ പുരോഹിതരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു. ഇവർക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിച്ച് ഈ തിന്മയിൽ നിന്ന് ഇവരെ മോചിപ്പിക്കുവാൻ വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. അതുപോലെ തന്നെ ഇത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് കമൻറ്റും കൂട്ടിടെ കാര്യങ്ങളെല്ലാം നമുക്ക് പരസ്പരം അറിയാം. നമുക്ക് എല്ലാവർക്കും കൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാമെന്നേ. ആമേൻ.